ഹായ് ഫ്രണ്ട്സ്, PSC ഹെൽപ്പ്ലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് ആവശ്യമായ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുടെ 4ാം ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ദ ഒബ്ജക്റ്റ് ഓഫ് ദി ഭാരത് നിർമ്മാൺ യോജന? ഭാരത് നിർമ്മാൺ യോജനയുമായി ബന്ധമില്ലാത്തത്. ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് to at least one person in each family. To provide employment opportunities to at least one person in each family. 2005 ഡിസംബർ 16 ഭാരത് നിർമ്മാൺ യോജന ആരംഭിച്ചത്. ഗ്രാമപ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിൽ വന്ന പദ്ധതിയാണ് ഭാരത് നിർമ്മാൺ. പ്രധാന ലക്ഷ്യങ്ങൾ: കുടിവെള്ള വിതരണം, ഗ്രാമീണ റോഡുകൾ, ഗ്രാമീണ വൈദ്യുതീകരണം, പാർപ്പിടം, ഗ്രാമീണ ടെലിഫോൺ കണക്ടിവിറ്റി, ജലസേചനം. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ദ ICDS എയിംസ് അറ്റ്. ICDSന്റെ ലക്ഷ്യം എന്ത്? പ്രൊവൈഡിംഗ് സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ ടു ചിൽഡ്രൻ. 1975 ഒക്ടോബർ 2 ICDS അതായത് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് നിലവിൽ വന്നത്. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് ICDS. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് ICDS. ICDSന്റെ സേവനങ്ങൾ ലഭ്യമാകുന്നത് അംഗൻവാടി കേന്ദ്രങ്ങളിലൂടെയാണ്. കേരളത്തിൽ ആദ്യമായി ICDS പദ്ധതി ആരംഭിച്ചത് വേങ്ങര, മലപ്പുറം. കേരളത്തിൽ ആദ്യമായി ICDS പദ്ധതി ആരംഭിച്ചത് വേങ്ങര, മലപ്പുറം. കുടുംബശ്രീ മൂവ്മെന്റ് ഈസ് ലോഞ്ച്ഡ് ഇൻ. കുടുംബശ്രീ ആരംഭിച്ചത് എന്ന്? 1998. 1998 മെയ് 17 കുടുംബശ്രീ ആരംഭിച്ചത്. സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നീ ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ്. മലപ്പുറത്തെ കോട്ടക്കുന്ന് എന്ന സ്ഥലത്താണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീയുടെ അടിസ്ഥാന യൂണിറ്റ് അയൽക്കൂട്ടം. കുടുംബശ്രീയുടെ അടിസ്ഥാന യൂണിറ്റ് അയൽക്കൂട്ടം. ദ പ്രധാൻ മന്ത്രി ആദർശ് ഗ്രാമ യോജന വാസ് ഇനീഷ്യലി ഇംപ്ലിമെന്റഡ് ഇൻ. പ്രധാനമന്ത്രി ആദർശ് ഗ്രാമ യോജന എന്ന പദ്ധതി ആദ്യം നടപ്പിലാക്കിയത് രാജസ്ഥാൻ. 23 ജൂലൈ 2010 ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇന്ത്യയിലെ ഗ്രാമങ്ങളെ ആദർശ ഗ്രാമം അതായത് മോഡൽ വില്ലേജ് ആക്കി മാറ്റുക എന്നതാണ് പ്രധാന ലക്ഷ്യം. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന ഈസ് ഇംപ്ലിമെന്റഡ് ബൈ. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന SGRY എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ഓൾ ദി എബവ്. ആൻസർ ഓൾ ദി എബവ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന നടപ്പിലാക്കുന്നത്. 2001 സെപ്റ്റംബർ 25 ഈ പദ്ധതി ആരംഭിച്ചത്. ഗ്രാമീണർക്ക് കൂടുതൽ ആദായകരമായ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് SGRY എന്ന സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. SGRYയുടെ മറ്റൊരു പേരാണ് യൂണിവേഴ്സൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. അന്ത്യോദയ അന്ന യോജന വാസ് ലോഞ്ച്ഡ് ഓൺ. അന്ത്യോദയ അന്ന യോജന ആരംഭിച്ചത് 25 ഡിസംബർ 2000. ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. ഇന്ത്യയിൽ ആദ്യമായി അന്ത്യോദയ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി അന്ത്യോദയ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. കേരളത്തിൽ അന്ത്യോദയ റേഷൻ കാർഡിന്റെ നിറം മഞ്ഞ.
Under Vambe, the dwelling unit shall be registered in the name of. ആരുടെ പേരിലാണ് വാംബെ പദ്ധതിക്ക് കീഴിൽ വരുന്ന പാർപ്പിട യൂണിറ്റ് രജിസ്റ്റർ ചെയ്യുന്നത്? വൈഫ്. ഭാര്യയുടെ പേരിലാണ് ഈ പദ്ധതിയുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നത്. 2001 ഡിസംബർ 2 വാംബെ അതായത് വാൽമീകി അംബേദ്കർ ആവാസ് യോജന ആരംഭിച്ചത്. 2001 ഡിസംബർ 2 വാൽമീകി അംബേദ്കർ ആവാസ് യോജന ആരംഭിച്ചത്. നഗരപ്രദേശങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് വാംബെ പദ്ധതി. മഹിളാ സമൃദ്ധി യോജന ഈസ് ലോഞ്ച്ഡ് ഇൻ. മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ചത് 1993. 1993 ഒക്ടോബർ 2 മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ചത്. ഗ്രാമീണ വനിതകളുടെ സമ്പാദ്യശീലം വളർത്തുക, സാമ്പത്തിക സുരക്ഷിതത്വം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് MSY അതായത് മഹിളാ സമൃദ്ധി യോജന. ദ എലിജിബിൾ പേഴ്സൺസ് അണ്ടർ ദ ഇന്ദിര ആവാസ് യോജന ആർ. ഇന്ദിര ആവാസ് യോജന എന്ന പദ്ധതിക്ക് യോഗ്യനായ വ്യക്തി. ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിരുന്നു. 1985 മെയ്യിലാണ് ഇന്ദിര ആവാസ് യോജന ആരംഭിച്ചത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്കും വീട് വെച്ച് നൽകാനുള്ള കേന്ദ്ര സർക്കാർ സംരംഭമാണ് ഇന്ദിര ആവാസ് യോജന. ഈ പദ്ധതിയുടെ പുതിയ പേര് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ. NRDP ഈസ് ഓർഗനൈസ്ഡ് ഇൻ. NRDP സംഘടിപ്പിച്ചത് 1992. 1 nimble ഈസ് ഈക്വൽ ടു. ആൻസർ 4 bits. 1 nimble ഈസ് ഈക്വൽ ടു 4 bits. Sleep in computers refers to. Restart the computers in normal mode. Sleep in computers refers to restart the computers in normal mode. To process data computers use. കമ്പ്യൂട്ടറിൽ ഡാറ്റ പ്രോസസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ആൻസർ all the above. ഹൈ ലെവൽ ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. Which one of the following is not an operating system? Safari. Which one of the following is not an operating system? Safari. Who are the founders of WhatsApp? Brian Acton and Jan Koum. Who are the founders of WhatsApp? Brian Acton and Jan Koum. Section which provides punishment for sending offensive messages through communication services. Answer section 66A. കമ്മ്യൂണിക്കേഷൻ സർവീസിലെ അനാവശ്യ മെസ്സേജ് അയച്ചാൽ കിട്ടുന്ന പനിഷ്മെന്റിന്റെ സെക്ഷനാണ് 66A. കമ്മ്യൂണിക്കേഷൻ സർവീസിലെ അനാവശ്യ മെസ്സേജ് അയച്ചാൽ കിട്ടുന്ന പനിഷ്മെന്റിന്റെ സെക്ഷനാണ് 66A. IBM stands for International Business Machine. IBM stands for International Business Machine. Computer which stores the different web pages is called web server. Computer which stores the different web pages is called web server. കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന ഡിഫറെൻറ്റ് വെബ് പേജിനെ പറയുന്നത് വെബ് സെർവർ എന്നാണ്. കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന ഡിഫറെൻറ്റ് വെബ് പേജിനെ പറയുന്നത് വെബ് സെർവർ എന്നാണ്. The very high speed semiconductor memory which can speed up CPU is. The very high speed semiconductor memory which can speed up CPU is. Cache memory. Answer cache memory. ഒരു പ്രോഗ്രാമിൻ്റെയോ ഡാറ്റയുടെയോ നിശ്ചിത ഭാഗം താൽക്കാലികമായി സൂക്ഷിച്ചു വയ്ക്കുന്ന ചെറിയ രീതിയിലുള്ള ഹൈ സ്പീഡ് മെമ്മറിയാണ്
ക്യാഷെ മെമ്മറി. ഒരു പ്രോഗ്രാമിൻ്റെയോ ഡാറ്റയുടെയോ നിശ്ചിത ഭാഗം താൽക്കാലികമായി സൂക്ഷിച്ചു വയ്ക്കുന്ന ചെറിയ രീതിയിലുള്ള ഹൈ സ്പീഡ് മെമ്മറിയാണ് ക്യാഷെ മെമ്മറി. പ്രോസസ്സിംഗ് സ്പീഡ് ഉയർത്താൻ ക്യാഷെ മെമ്മറി സഹായിക്കുന്നു. പ്രോസസ്സിംഗ് സ്പീഡ് ഉയർത്താൻ ക്യാഷെ മെമ്മറി സഹായിക്കുന്നു. കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറിയാണ് ക്യാഷെ മെമ്മറി. കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറിയാണ് ക്യാഷെ മെമ്മറി. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്